കുറെ ഉണ്ടല്ലോ സാധനം. പിന്നെ അല്ലാതെ എന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ നിറവോടെ കൊടുക്കത്തുള്ളൂ. ഓ ശരി ശരി. എന്താണ് പിന്നെ എല്ലാം കൂടെ എടുത്തോണ്ട് വന്നേന്നറിയോ? 10 പ്രാവശ്യം എണീറ്റ് പോയി കഴിയുമ്പോൾ എനിക്ക് വിശേഷം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ചേച്ചിയുടെ പ്ലേറ്റ് എവിടെ? ചേച്ചിക്ക് വിശേഷം കേൾക്കണം, എന്റെ പ്രേക്ഷകർക്ക് വിശേഷം സംസാരം കേട്ട് വേറെ പിന്നെ അല്ലാതെ അതല്ലേ ഞങ്ങളുടെയൊക്കെ ഒരു എന്താ സന്തോഷം. അതും ഇത്രയും നാളുകൾക്ക് ശേഷം അബ്രാമിയെ കൈ കിട്ടി. വെറുതെ വിടുവോ ഞങ്ങള്? അതല്ല, അബ്രാമിനൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അച്ഛാ അവർക്ക് അബ്രാമിയുടെ വിശേഷം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ഞാൻ ഈ 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേന് അവർ വിചാരിക്കും ഈ കൊച്ചിനെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം പറയും, കൊച്ചിന്റെ വിശേഷമൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്നൊക്കെ അവർക്ക് തോന്നുകയല്ലേ. അപ്പൊ ഞാൻ അവരോട് കാണിക്കുന്ന ഒരു സത്യസന്ധത. എന്താണെന്ന് കഴിക്കുന്നേ? ഇത് പനീർ. ഓക്കെ മതി, താങ്ക് യു. കഴിച്ചോണ്ട് വിശേഷം പറഞ്ഞോണേ. ഞാനൊരു കഴിക്കാം. ഞാൻ ആക്ച്വലി ഇത് കഴിച്ചിട്ടായിരിക്കും വന്ന അല്ല, ഞാൻ മൈദ അവോയ്ഡ് ചെയ്യാണ്. പക്ഷെ ഞാൻ ഇത് ചേച്ചി ഉണ്ടാക്കി തന്നോണ്ട് ഞാൻ കഴിക്കാം. ഓക്കെ മൈദ അവോയ്ഡ് ചെയ്യും. പിന്നെ ഗോതമ്പ് അത്യാവശ്യമാണെങ്കിൽ കഴിക്കും. ഒരു മിനിറ്റ്, അടിപൊളിയാട്ടോ. സംഭവം അടിപൊളി, സൂപ്പർ. കറി അടിപൊളിയാ. ഓക്കെ താങ്ക് യു. ഞാൻ അവിടെ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു വീക്ക് ഉണ്ടെങ്കിൽ ഒരു ഫ്രൈഡേ ഒക്കെ അടുപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ ഫ്രൈഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും എനിക്ക് ഇന്ന് എന്താ കുക്ക് ചെയ്യുക, എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമല്ലോ, എനിക്കൊരു സ്ട്രെസ് ബസ്റ്റർ വേണമല്ലോ. സ്ട്രെസ് റിലീഫ് ആയിരുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങി ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് അവിടെ ഓരോ അയലും നടന്ന് ഇത് വാങ്ങിക്കുക അത് വാങ്ങിക്കുക, നല്ല തക്കാളിയൊക്കെ നോക്കി അതിനെ ഞെക്കി നോക്കി വാങ്ങിക്കുക, അതിൻ്റെ വെളുത്തുള്ളിക്ക് ഇത്ര വലുതാ US-ല്, അതൊക്കെ വാങ്ങിക്കുക, ആവക്കാഡോ വാങ്ങിക്കുക, ഫ്രൂട്ട്സ് ബെറീസ് അതെല്ലാം വാങ്ങിച്ചിട്ട് ഒരു കാറ് നിറച്ച് ഇങ്ങനെ വാങ്ങിച്ചു വരുമ്പോൾ ഇങ്ങനെ പോയി ഒന്ന് പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്ന കാണാനും അതല്ലേ, അത് നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, കുറച്ച് മുഴുപ്പും ക്വാളിറ്റിയും എല്ലാം ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഈ തരം ഷോപ്പിംഗ് മാത്രമേ ഇഷ്ടമുള്ളൂ. എന്നെ തുണിക്കടയിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ഞാൻ അയ്യോ എന്നെ വിട് സ്വാമി എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. പക്ഷെ എനിക്ക് ഗ്രോസറി സ്റ്റോറിൽ വിട്ട് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഞാൻ സുഖമായിട്ട് അവിടെ ഇരുന്ന് ഷോപ്പിംഗ് ചെയ്യും. ഭയങ്കരമായിട്ട് ആസ്വദിക്കും. എന്നെ പോലെ ശരി. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് അബ്രാമി പറഞ്ഞു നമ്മൾ ഈ കുക്കിങ്ങിന്റെ ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്താ ഈ ഷോപ്പിംഗ് ഒക്കെ ഓക്കെ, ബാക്കി പറ. ബാക്കി വീട്ടിൽ വന്നിട്ട് കുക്ക് ചെയ്തതാണ് അതിന്റെ ക്ലൈമാക്സ്. ഇത് ഫസ്റ്റ് സ്റ്റോറിന്റെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ടയർഡ്നെസ്സിൽ നമ്മളെ കാര്യം നോക്കുവോ? കുക്കിംഗ് അത് തീരുമ്പോഴത്തേക്കും ടയർഡ് അല്ലല്ലോ, അത് കഴിക്കാനുള്ള ഒരു ആവേശമല്ലേ. സോ കുക്ക് ചെയ്ത് ടയർഡ് ആവുന്ന ഒരു കാര്യമേ അല്ല. കുക്കിംഗ് ആക്ച്വലി റിജുവിനേറ്റ്സ് മീ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതും പുതിയ റെസിപ്പി നോക്കി അത് ട്രൈ ചെയ്യുക, പുതിയ ക്വിസീൻസ് ട്രൈ ചെയ്യുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ചാർട്ട് ഉണ്ടാക്കണം. ചാർട്ട് ഉണ്ടാക്കിയാൽ എളുപ്പമാവും, ജീവിതം എളുപ്പമാവും. കേട്ടല്ലോ അല്ലേ? അതെ, എല്ലാരും കേട്ടല്ലോ. ചാർട്ട് ഉണ്ടാക്കുക, നമ്മുടെ ലൈഫിൽ ഒരു ടൈം ടേബിൾ പോലെ വെക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ 4 പേരോടും ചോദിച്ചോണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ഇഡ്ഡലി വേണോ ദോശ വേണോ, നിങ്ങൾക്ക് പുട്ട് വേണോ അപ്പം വേണം എന്ന് ചോദിച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇതാണ് മെനു, കഴിച്ചേച്ചും പോ, അത്രയും പറഞ്ഞാൽ മതി. ഞാനൊക്കെ ഇനി അത് പഠിക്കാം. അദ്ദേഹം ഒത്തിരി പ്രയാസപ്പെടണ്ട അല്ലേ? ഓക്കെ. അല്ല, ശരിക്കും അബ്രാമി പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാവരോടും മെനു ചോദിച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പകുതി ആരോഗ്യം പോയി കിട്ടും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞ സ്ത്രീകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലീസ് ബോധേർഡ് അല്ല നമ്മുടെ കാര്യത്തെ പറ്റി. നമ്മൾ നമ്മുടെ ഇൻടേക്കിനെ കുറിച്ച്, കാൽഷ്യന് എന്താ പറയുക, ഹെൽത്തിനെ പറ്റിയോ ഒന്നിനെ പറ്റി നമ്മൾ ബോധേർഡ് അല്ല. ഇതേപോലെ എന്തെങ്കിലും ബാക്കിയുണ്ടോ അത് കഴിക്കുക, വിശപ്പടക്കുക, കിടക്കുക. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കുറെ കഴിയുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് അസുഖങ്ങൾ വന്നാലും എല്ലാം ഈ പിള്ളേരെ നോക്കാനും കുടുംബം നോക്കാനും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇത് പറ്റത്തുള്ളൂ. അവിടെ കുറച്ചൊക്കെ നമ്മളും ആരോഗ്യം നോക്കണം. പിന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ എന്തിനാ പ്രയോറിറ്റൈസ് ചെയ്യും? സത്യം, നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക, പിന്നെ എന്നുവെച്ച് മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. Ali's Kitchen. Let's cook with love.